യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 28-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഉദ്ധിതനായ യേശുനാഥന് സ്ത്രീകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഈ അവർ എന്ന് പറയുന്നത് അവിടെ ഈശോയെ കണ്ട സ്ത്രീകളാണ്. അവർ ഈശോയെ കെട്ടിപ്പിടിക്കുകയും ഈശോയെ ആരാധിക്കുകയും ചെയ്തു എന്നാണ്. ഈ ഈസ്റ്റർ കാലത്തിൽ യേശുനാഥൻ നമുക്ക് നൽകുന്ന വലിയൊരു ബോധ്യമുണ്ട്, ഒരു ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം. അന്ന് വരെ ഉണ്ടായിരുന്ന ദൈവിക കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചപ്പാടാണിത്. ഒന്നാമത് സ്ത്രീകൾ, അവർ ദൈവത്തിൽ നിന്ന് ഒത്തിരിയധികം മാറ്റി നിർത്തിയിരുന്നൊരു സമൂഹമാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ പോലും അവർക്ക് പ്രത്യേക സ്ഥലങ്ങൾ നിയോഗിച്ച് നൽകിയിരുന്നു. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളാണ് യേശുനാഥൻ്റെ അടുത്ത് അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു എന്ന് നമ്മൾ കാണുന്നത്. അവനെ തൊടുകയും അവനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് അവരവനെ ആരാധിച്ചു എന്നാണ്. അപ്പോൾ ആരാധിച്ചു എന്ന പദം യേശുനാഥൻ്റെ ദൈവികതയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഉദ്ധിതനായ യേശുനാഥൻ നമ്മളോട് പറയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, അവിടുന്ന് നമുക്ക് തൊടാൻ കഴിയുന്ന രീതിയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിയമങ്ങൾക്ക് അതീതമായി സ്നേഹം കൊണ്ട് എനിക്ക് തൊടാൻ കഴിയുന്ന ഒരു ദൈവസങ്കല്പമായി യേശുനാഥൻ നിൽക്കുകയാണ്. അവിടുത്തെ നമുക്ക് തൊടാം, അവിടുത്തെ ആരാധിക്കാം. ഇവിടെ പണ്ട് ഭയത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു ദൈവാരാധനയിൽ നിന്ന് സ്നേഹത്തിൽ നിന്നുണ്ടായ ഒരു ദൈവാരാധനയെക്കുറിച്ചാണ് ഉദിതനായ യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യേശുനാഥൻ നമ്മെ ക്ഷണിക്കുന്നതും അതിലേക്ക് തന്നെയാണ്. ഇനി ഭയത്തിൻ്റെ ദൈവത്തെക്കുറിച്ചല്ല, മറിച്ച് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ എന്നെ അരികിലേക്ക് വിളിക്കുന്ന ദൈവമാണ്. ഇനി എൻ്റെ ദൈവം സാമീപ്യമുള്ള ഒരു ദൈവമാണ്. എനിക്ക് എൻ്റെ ദൈവത്തെ തൊടാനാകും. എൻ്റെ കയ്യെത്തുമാറ് ദൈവം ഒന്ന് നിൽക്കുകയാണ്. ഈശോയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ദൈവിക സങ്കല്പം അതാണ്. എനിക്ക് തൊടാൻ സാധിക്കുന്ന, എന്നാൽ ഞാൻ ആരാധിക്കേണ്ട എൻ്റെ ദൈവം. ഇവിടെ ഈ ദൈവഭയത്തിൽ നിന്ന് അതിനേക്കാൾ ഉപരി ദൈവസ്നേഹത്തിന് പ്രാധാന്യം നൽകുകയും ആ ദൈവസ്നേഹത്തിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ആരാധന, യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ അവിടെയുള്ള ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ജനത്തെക്കുറിച്ച് യേശുനാഥൻ പറയുന്നുണ്ട്. ഇതാണ് ഹൃദയത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് ഉയരുന്ന ഏറ്റവും ദിവ്യമായ ആരാധന, സ്നേഹമാണ്. അതുകൊണ്ടാണ് അവൻ്റെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും പ്രാപ്യമായ ഒരു ദൈവസങ്കല്പത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഉദിതനായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ദൈവത്തെ മാറി നിന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തേക്കാൾ ഉപരി അപ്പ എന്ന സ്നേഹത്തോടെ വിളിച്ച യേശുനാഥൻ വിളിച്ച അതേ ബോധ്യത്തോടു കൂടി നമുക്ക് ഇന്ന് ഈശോയുടെ കൂടുതൽ അടുക്കിലേക്ക് വരാനും അവിടുത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് ആരാധിക്കാനും, അതായത് കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭയത്തെക്കാൾ ഉപരി സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. അങ്ങനെ ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന ആരാധന നമുക്ക് നമ്മുടെ കർത്താവിന് സമർപ്പിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.